നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ സെഷൻ നമ്മൾ എവിടെയാണ് നിർത്തി വെച്ചാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ആണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. ഓക്കെ, സ്ക്രീൻ ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്നോളം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഒരു സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റ് ആവുകയാണെങ്കിൽ അവിടെ വരുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് സമ്മറൈസ് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇനി ഫൈനൽ സ്റ്റേജിലേക്കാണ് നമ്മൾ വേണ്ടി പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു, അനലൈസ് ചെയ്തു ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സ്റ്റേജ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത സ്റ്റേജ് എന്നുള്ളത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിന്റെ അക്കൗണ്ടുകൾ ഫൈനലൈസ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്. ഫൈനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഇതോടുകൂടി അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിയും. ഇനി നമ്മൾ ഫൈനൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. ഫൈനൽ അക്കൗണ്ട്സ് എന്നാണ് ഇതിനകത്ത് പറയാം. ഫൈനൽ അക്കൗണ്ട്സ് നോട്ട് ചെയ്തിങ്ങനെ വിട്ടോളൂ. ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇതിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഫൈനൽ അക്കൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്ത കാര്യങ്ങളെ ഫൈനൽ അക്കൗണ്ട്സിലേക്ക് പോവാണ്, ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി പോവാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ റിപ്പോർട്ടായിട്ട് ആർക്കൊക്കെയാണോ ഇതിന്റെ റിപ്പോർട്ട് ആവശ്യമുള്ളത് അവരിലേക്ക് എത്തിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ കമ്പനിയുടെ ഡാറ്റ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് സെയിൽസിന് ആനുപാതികമായിട്ട്, റവന്യൂവിന് ആനുപാതികമായിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഗവൺമെന്റുകൾ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സപ്ലയേഴ്സ്, നമ്മൾ കൊടുക്കാനുള്ള കസ്റ്റമേഴ്സ്, സാലറി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആകുലതയോടെ കാത്തു നിൽക്കുന്ന സ്റ്റാഫുകൾ, ഇവരൊക്കെയാണ് നമ്മുടെ റിപ്പോർട്ടിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിൽ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തത് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് രണ്ട് തരത്തിലുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റിൽ സാധാരണ രീതിയിൽ ഒരു അക്കൗണ്ട് ആണ് പറയാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാലൻസ് ഷീറ്റ് എന്നാണ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റിലെ അക്കൗണ്ട് വിളിക്കുന്ന പേര് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ അവസാനമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സിൽ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റും മറ്റൊന്ന് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ രണ്ട് രീതിയിലുള്ള അക്കൗണ്ടിങ് ആണത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടും മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. പൊസിഷൻ സ്റ്റേറ്റ്മെന്റിൽ ഒരു അക്കൗണ്ട് ആണുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ്. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഓക്കെ, ഇത് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. നമ്മളെ കച്ചവടം നടന്നിട്ട് നമുക്ക് എന്താണോ അതിനകത്ത് ബാക്കിയാവുന്നത് ആ എമൗണ്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഇത് നമ്മുടെ ഫൈനൽ പ്രോഫിറ്റ് ആണ്, ഫൈനൽ കാര്യങ്ങളാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് രണ്ട് ഭാഗങ്ങളും ബാലൻസ് ചെയ്തിട്ട് നമുക്ക്
നമ്മുടെ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു മോഡൽ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഫോർമാറ്റ്? ജസ്റ്റ് പറഞ്ഞു, ഫോർമാറ്റ് എങ്ങനെയാ? ഹലോ, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് എങ്ങനെയാ? Four columns, particular amount, particular amount, particular amount, particular amount. amount. ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഫോർമാറ്റ് ഉണ്ടായിരുന്നത്, അല്ലേ? ഓക്കെ, ഈ ഫോർമാറ്റ് ഞാൻ ഇതിനകത്ത് പ്രോബ്ലം തരാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഇല്ലാത്ത ആളുകൾ അതിന്റെ നോട്ട്സോ കാര്യങ്ങളോ നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോവാം. ഇനി ഈ ഭാഗത്ത് എന്തൊക്കെയായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക്, അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ്, അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, മൈനസ് പർച്ചേസ് റിട്ടേൺ, അതുമായി പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണ്? വേജ്, ക്യാരേജ്, ഫ്ലൈറ്റ്, എന്താണോ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ചെയ്യുന്ന എക്സ്പെൻസുകൾ, അതൊക്കെ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, താഴത്തേക്ക് എഴുതാം. ഇപ്പുറത്തെ ഭാഗത്ത് എന്തായിരുന്നു? സെയിൽസ് ഉണ്ടാവും, സെയിൽസ് റിട്ടേൺ ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ, രണ്ട് ഭാഗത്തും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാലി ആക്കും. എവിടെയാണോ കുറവ് അതിന് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ഇതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ലൈവായിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്യാം. ചെറിയൊരു പ്രോബ്ലം ആണ്. ലൈവായിട്ട് ചെയ്യുമ്പോൾ ലൈവായിട്ട് തന്നെ ചെയ്തു പോകാം. എന്നാൽ പിന്നെ ഇതൊരു അസൈൻമെന്റ് ആയിട്ട് അവിടെ തരും. അപ്പൊ നിങ്ങൾ സെയിം സാധനം അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഒരു കമ്പനിയുടെ 31 ഡിസംബർ 2025 ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഒരു ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് 14,000, പർച്ചേസ് 36,000, സെയിൽസ് 92,000, സെയിൽസ് റിട്ടേൺ 2,000, പർച്ചേസ് റിട്ടേൺ 3,000, വേജ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വേജ് ആണ്. അപ്പൊ ഞാനിവിടെ പ്രൊഡക്ഷൻ എഴുതാം. വേജ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ 4,000. then carriage inward 2,500, power and fuel, ഇതും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പവർ ആൻഡ് ഫ്യൂവൽ ആണ് എന്നുള്ള കാര്യം ഓർക്കാം. അത് 1,400. then മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ് 1,600. then ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ഓക്കെ, ഇതിന്റെ ബേസിൽ നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സിമ്പിൾ ആണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ പ്രോബ്ലം തന്നത്. അസൈൻമെന്റിനകത്ത് കുറച്ചും കൂടി വലുതാക്കി തരും. അപ്പൊ ഇതും അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പം തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും.
പെട്ടെന്ന് ചെയ്യാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം. ട്രേഡിംഗ് അക്കൗണ്ടില് പർട്ടിക്കുലർ കോളം, എമൗണ്ട് കോളം, then particular amount. മനസ്സിൽ വെച്ചിട്ട് എഴുതി പോരുത്. സിമ്പിളായി കഴിയുന്ന ആളുകളുണ്ടോ? എഴുതിയിട്ട് തന്നെ പഠിക്കാം ഇനീഷ്യൽ ലെവലിൽ. ഹെഡിങ് ഇങ്ങനെ കൊടുത്തോളൂ, ട്രേഡിംഗ് അക്കൗണ്ട് ആസ് ഓൺ 31st. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ, ഗ്രോസ് ലോസ് എത്രയാന്നാണ് നമ്മൾ കാണേണ്ടത്. ചെയ്ത ആളുകൾ ഡൺ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. എമൗണ്ട് ടൈപ്പ് ചെയ്യണ്ട. ചോറ് വെച്ചാ
എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എമൗണ്ട് ആയിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കി. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തുള്ള ഹയസ്റ്റ് എമൗണ്ട് നോക്കാം. 90,000ഉം 15,000ഉം ഇവിടെ നോക്കാം. രണ്ട് ഭാഗം നോക്കുമ്പോൾ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. ഈ ഒരു എമൗണ്ട് രണ്ട് ഭാഗത്ത് നമ്മൾ പ്ലേസ് ചെയ്യാം. ഇനി ഇവിടെയാണ് കുറച്ച് കുറവുള്ളത്. ഇത് നിങ്ങളുടെ കുറവുള്ള എമൗണ്ട് എന്ന് പറഞ്ഞത് 48,500 അപ്പൊ നമ്മളിവിടെ ബാലൻസ് സി ഡി, അതായത് ഗ്രോസ് പ്രോഫിറ്റ് ആണത്. ബാലൻസ് സി ഡി ഉദ്ദേശിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇതിനെന്ത് ചെയ്യാം, നേരെ എടുത്തിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്ത് എഴുതുക, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ്. ഇങ്ങനെ തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? എത്ര ആളുകൾ റെഡി ആയിട്ടുണ്ട്? സെറ്റാണോ? ചില ആളുകൾക്കൊക്കെ തെറ്റിയില്ലേ? തെറ്റിയ ആളുകൾ എന്തുകൊണ്ടാണ് എന്നുള്ള ഡൗട്ടുകളൊന്ന് വിശദമായിട്ട് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് എഴുതണം. ഡയറക്റ്റ് എക്സ്പെൻസിൽ ചില പ്രോബ്ലംസിൽ നമ്മൾ തെറ്റായിട്ടൊക്കെ വരാറുണ്ട്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ വരും. അത്തരം സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ റെഡി ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, ചെയ്തു പോവാം. ഓക്കെ, സെറ്റ് അല്ലേ? ഒരൊറ്റ ചെറിയൊരു പ്രോബ്ലം കൂടിയാ, തെറ്റായാലും ശരിയായാലും ചെറിയൊരു പ്രോബ്ലം കൂടി ചെയ്യാം. ഒറ്റ 2 ലൈനിൽ തീർക്കാൻ പറ്റുന്ന പ്രോബ്ലം തരാം. ഇത് നമ്മള് ഒരു കമ്പനീന്റെ 31 ഡിസംബർ 2025 ഡാറ്റയാണ് തരാൻ വേണ്ടി പോകുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിപ്പോ തന്നെ കൈയോടെ ചെയ്തോളൂ കേട്ടോ. എന്നാ പിന്നെ അസൈൻമെന്റ് നിങ്ങൾക്ക് അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ മതി. 25,000, പർച്ചേസ് 15,000, പർച്ചേസ് റിട്ടേൺ 1,000, സെയിൽസ് 10,000, സെയിൽസ് റിട്ടേൺ 2,000, വേജ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വേജ് ആണെന്ന് മനസ്സിലാക്കാം 3,000, പർച്ചേസ് ടാക്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ടാക്സ് ആണെന്നുള്ളത് മനസ്സിലാക്കാം 150 വരുന്നു. കസ്റ്റം ഡ്യൂട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന സാധനം തന്നെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ളത്. കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, പിന്നെ അത് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് സാധനം എടുത്ത് ഇവിടെ അൺലോഡ് ചെയ്യുന്ന ഒരു എക്സ്പെൻസ്. പിന്നുള്ളത് സാലറി ഫോർ സെയിൽസ് സ്റ്റാഫ് 10,000. പിന്നുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ എമൗണ്ട്, കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഗ്രോസ് ലോസ് ആയിട്ട് നമുക്ക് എമൗണ്ട് കിട്ടണം 22,650 ഇതിന്റെ എമൗണ്ട് ആയിട്ട് കിട്ടണം. ഇതിന് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാന്ന് പറഞ്ഞില്ല. ക്ലോസ് സ്റ്റോക്ക് ഫാസ്റ്റ് ആയിട്ട് ചെറിയ ചെറിയ എമൗണ്ട് ഉള്ളൂ, ഓടി ചെയ്യാൻ വേണ്ടി പറ്റും.
ഇതിന്റെ ഗ്രോസ് ലോസ് നമുക്ക് കിട്ടുന്നത് 22,650 ഇത് കിട്ടുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്യാം. നമുക്കൊരു 2-3 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാലോ. വരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എഴുതാം. പിന്നീട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരച്ചാൽ മതി. എല്ലാവരും വീഡിയോയിൽ അറ്റൻഡ് ചെയ്യട്ടോ. ചില ആളുകൾ ഇവിടെ നിന്നല്ല. നിങ്ങൾ വീഡിയോയിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ? കുറെ ആളുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇനി ക്ലാസ്സിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ. ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താ കിട്ടുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താ കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഇത് ഒറിജിനൽ പ്രോഫിറ്റ് ആണോ? അല്ലേ? അല്ല. ഇത് ഒറിജിനൽ പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ച് ഈ കിട്ടിയ ക്യാഷ് എടുത്തിട്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഹലോ, ഇത് കിട്ടി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? പറയാൻ പറ്റും. കമ്പനി പിടുത്തം വിടും അല്ലേ? കമ്പനി പിടുത്തം പേയ്മെന്റ് കംപ്ലീറ്റ് ആവില്ല. ആ, കമ്പനി പിടുത്തം വിടും. അപ്പൊ ഒരുപാട് എക്സ്പെൻസുകളും ഒരുപാട് ഇൻകങ്ങളും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതൊരു ഫേക്ക് പ്രോഫിറ്റ് ആണ്. ഇത് കാര്യമില്ല. ഇത് നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഷെയർ വാങ്ങാനൊക്കെ ഈ എമൗണ്ട് പറ്റും. ഷെയർ വാങ്ങാനൊക്കെ ഈ എമൗണ്ട് പറ്റും. ഇപ്പൊ ഇനീഷ്യലൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളില്ലേ, സൊമാറ്റോ, ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ, മില്യൺ കണക്കിന് ലോസുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ ഇവർക്ക്, സൊമാറ്റോ, സ്വിഗ്ഗി, ഇപ്പോഴത്തെ കമ്പനികളൊക്കെ. ഇവരൊക്കെ മാർക്കറ്റിൽ നിന്ന് ഷെയർ കളക്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഈ പറയുന്ന ഗ്രോസ് പ്രോഫിറ്റിന്റെ ബേസിലാണ്. പ്രോഫിറ്റ് കാണിക്കും, നല്ല പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ തിരിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റിന്റെ കഥ. ഇനി നമ്മൾ ഫൈനൽ പ്രോഫിറ്റ്, യഥാർത്ഥത്തിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന പ്രോഫിറ്റ്, അതിനെ പറ്റിയാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം രണ്ടും ഒന്നിച്ചാണ് ഇത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ചെയ്തു പോകാറുള്ളത് അധികം. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ,
സ്ക്രീൻ നോക്കാം. ഇതേപോലെ ജസ്റ്റ് നോട്ട് ചെയ്ത് ഇങ്ങനെ വിട്ടോളൂ. ഇത് നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടി വരും. സ്ക്രീൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കൊക്കെ പോകേണ്ടതാണ്. വണ്ടി സ്പീഡിലാണ് പോണത്. ഇത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പോലെ തന്നെ നമുക്ക് വരയ്ക്കാനുള്ള സംഭവമാണ്. അപ്പൊ ആദ്യം പർട്ടിക്കുലർ പോവാം. പർട്ടിക്കുലർ amount ഓക്കെ, ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. പർട്ടിക്കുലർ എമൗണ്ട് എന്നുള്ള ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എവിടെ വരും? ഒരു സ്പേസ് കൂടി വിടാം. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മള് പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു എമൗണ്ട് കിട്ടൂലേ? എല്ലാത്തിന്റെയും ബാലൻസ് വെച്ചിട്ടാണ് പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്കറിയാം ജേണലിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ലെഡ്ജർ. ലെഡ്ജറിൽ കിട്ടുന്ന BD ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസിലെ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് വരും. ഗ്രോസ് ലോസ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഗ്രോസ് ലോസ് എവിടെ വരും? ഈ ഒരു ഭാഗത്ത് വരും. ഇങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഓൾറെഡി നേരത്തെ വരച്ചാൽ ഇവിടെ പെട്ടിക്കോളങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഇതിന്റെ മുമ്പത്തെ അക്കൗണ്ടിൽ നിന്ന് എന്ത് റിസൾട്ട് ആണോ കിട്ടിയത് അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? സ്റ്റാർട്ട് ചെയ്യണത്. ഇനി ഇവിടെ നമ്മൾ എഴുതുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ നമ്മൾ എഴുതുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ അതെല്ലാം ഇവിടെ എഴുതും. ഈ ഒരു ഭാഗത്ത് എഴുതുന്നത് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻഡയറക്റ്റ് ഇൻകം സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരിട്ടല്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്തും നമ്മൾ എഴുതും. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ സാധാരണ രീതിയിൽ സാലറി, നമ്മളെ സെയിൽസ് സ്റ്റാഫിന്റെ സാലറി, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ ആ ഒരു എമൗണ്ട് ഇവിടെ എഴുതും. പിന്നെന്താണ്? അതേപോലെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇവിടെ എഴുതും കമ്മീഷൻ പെയ്ഡ്. ഇനി ഇതേപോലെ തന്നെ വേറെ ഏതൊക്കെ വരുന്നത്? ഡിസ്കൗണ്ട് അലൗഡ്, ആ എമൗണ്ട് ഇവിടെ എഴുതും. പിന്നെ അങ്ങനെ എന്തൊക്കെയാണോ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത്, അഡ്വർടൈസ്മെന്റ് ഇൻഡയറക്റ്റ് ആണ്, ആ എമൗണ്ട് ഇവിടെ വരും. ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടോ ആ എക്സ്പെൻസുകളൊക്കെ ഇവിടെ എഴുതും. ഇനി ഇൻകം എന്തൊക്കെയാണുള്ളത്? നേരെ കമ്മീഷൻ കിട്ടിയതാണെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് അത് എഴുതും. പിന്നെ പലിശ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അത് എഴുതും. ഇനി ഡിസ്കൗണ്ട് കിട്ടിയതെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് അത് എഴുതും. റെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റെന്റ് റിസീവ്ഡ്. ഇങ്ങനെ എല്ലാ എമൗണ്ടുകളും എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മൾ എഴുതും. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മളിതിനെ ബാലൻസ് ചെയ്യും. ഇവിടെയും കൊണ്ടുപോയിട്ട് ബാലൻസ് ചെയ്യും, ഇവിടെ കൊണ്ടുപോയിട്ട് ബാലൻസ് ചെയ്യും, ഇവിടെയും ബാലൻസ് ചെയ്യും. എന്നിട്ട് രണ്ട് ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ള സംഖ്യ രണ്ട് ഭാഗത്തും നമ്മൾ എടുത്തെഴുതും. ഇവിടെ ഇതേപോലെ എടുത്തെഴുതും. അതിനുശേഷം എവിടെയാണോ ഈ ഒരു ഭാഗത്താണ് കുറവ് വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് അതിനെ കണക്കാക്കും. ഈ ഒരു എമൗണ്ടിന് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് എടുത്തിട്ട് എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റ് എന്ന് എടുത്തിട്ട് എഴുതും. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യാം, നമ്മളൊന്ന് ജസ്റ്റ് വരച്ചു വെക്കാം. നോക്കിയല്ലേ, എല്ലാവരും വരച്ചു വെച്ചല്ലേ? ആരെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടോ? എഴുതാൻ ബാക്കിയുണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? സെറ്റിൽ ഞാൻ പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് പോയാൽ മതി. ഈ ഒരു ഭാഗത്ത് നെറ്റ് പ്രോഫിറ്റ് വരും, ഇതിനെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് എടുത്ത് എഴുതാം. ഈ കിട്ടുന്ന എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ്, ഇത് നമ്മുടെ ഫൈനൽ പ്രോഫിറ്റ് ആയിരിക്കും. ഈ ഒരു പ്രോഫിറ്റ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇനി ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, 10 രൂപയുടെ ഒരു സാധനം വാങ്ങുന്നു, 20 രൂപക്ക് വിൽക്കുന്നു, 10 രൂപയാണ് അതിന്റെ ഗ്രോസ് പ്രോഫിറ്റ്. 10 രൂപയുടെ സാധനം വാങ്ങി 20 രൂപയ്ക്ക് കിട്ടിയ 10 രൂപ ലാഭം. ഇത് യഥാർത്ഥ ലാഭമല്ല. അതാണ് ഈ 10 രൂപ എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഈ 10 രൂപ കിട്ടുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെലവുണ്ടായിരുന്നു. ഒരു 7 രൂപ വേറെ ചെലവും വന്നു. അത് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം നമുക്ക് കണക്കൂട്ടുമ്പോൾ ഒരു 3 രൂപ പ്രോഫിറ്റ് കിട്ടി. ഈ 3 രൂപയാണ് എവിടെ കാണിക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കാം. ഇത് നമ്മളൊരു ബുക്കും പേപ്പറും കോളൊക്കെ ആക്കി വരയ്ക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ സോഹോ ബുക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഫോർമാറ്റും റിപ്പോർട്ടുകളുണ്ട്. ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വേറൊരു മോഡലായി, ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വേറെ മോഡലായി. ഇപ്പൊ നോർമലി എല്ലാവരും അപ്ലിക്കബിൾ ആവുന്ന ഒരു ഫോർമാറ്റ് ആണ് ഈ ഒരു ഫോർമാറ്റ്. അപ്പൊ UAE പോകുന്ന സമയത്ത് അവിടെ നമ്മളെ IFRSന്റെ റിപ്പോർട്ടുകളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ മോഡലിലെ ഫോർമാറ്റുകൾ എടുക്കും. അപ്പം നമുക്ക് ഏതെങ്കിലും സോഹോന്റെ ഏതെങ്കിലും പാർട്ടൊക്കെ കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഭാഗം എന്ത് ചെയ്യാം നമുക്ക് പറയാം. അപ്പൊ ഇതെല്ലാവരും ഈ ഒരു ഫോർമാറ്റ് വരച്ചു വെച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിന്റെ ബേസിലാണ് നമ്മൾ അടുത്ത ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇനി നമ്മൾ ഒറ്റ അക്കൗണ്ട് ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഉദാഹരണം, ഇതിപ്പോ ഇങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ. ഓക്കെ, ഒറ്റൊന്നായിട്ടാണ് പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിന്റെ ഹെഡിങ്ങിൽ എന്ത് ചെയ്യാം? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കൊടുക്കാം. ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതാം. എന്നിട്ട് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെ എഴുതാം. അതിനുശേഷം നമുക്കൊരു ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കിട്ടും. ആ എമൗണ്ട് എന്ത് ചെയ്യാം? നേരെ ഇവിടെ എടുത്തിട്ട് എഴുതാം. ഇവിടെ ആണെങ്കിൽ ഇവിടെ എമൗണ്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ എമൗണ്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. എന്നിട്ട് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് വെച്ചിട്ട് ഇവിടെ ആണെങ്കിൽ GP ആണെങ്കിൽ ഇവിടെ വരും, GP വരും. ഇത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് ഇവിടെ തന്നെ ഗ്രോസ് പ്രോഫിറ്റും ഒറ്റയടിക്ക് എല്ലാ റിപ്പോർട്ടും കിട്ടുന്ന രീതിയിൽ വൺ ഫോർമാറ്റിലേക്ക് ഇത് മാറ്റിയാൽ മതി. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റും ഈ പർട്ടിക്കുലർ എമൗണ്ട് തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റും പർട്ടിക്കുലർ എമൗണ്ട്. അപ്പൊ ഒറ്റ പേജിനകത്ത് വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ചെയ്തു പോയാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അതിലെ ഡിപ്രിസിയേഷൻ എന്നും പറഞ്ഞ് കണ്ടിരുന്നു ഇതിന്റെ ഒരു അക്കൗണ്ടില്. പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിൽ ഇതേപോലെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് കണ്ടിരുന്നു പഠനത്തില്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്ട്ലി സംഭവിക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഇൻഡയറക്ട് എക്സ്പെൻസിന്റെ ഭാഗത്ത് ഡിപ്രീസിയേഷൻ കാണും. ഹലോ, പോയോ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ സാധനം എന്തുകൊണ്ട് വന്നു വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഈ ചോദിച്ചുകൊണ്ട് പറയാം, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തേയ്മാനം, wear and tear ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ തേയ്മാനം ഉണ്ടാകുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്, ഒരു ചെലവാണ്. എന്ത് ചെലവാ? ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ആ എക്സ്പെൻസ് ഉറപ്പായിട്ട് എവിടെ ചെയ്തു? ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ താഴത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്തു. അപ്പൊ നമ്മൾ വിശദമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയും. എല്ലാ അക്കൗണ്ടുകളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരികെ കയറ്റുന്ന അഡ്ജസ്റ്റ്മെന്റ്സുകൾ അതിനകത്ത് വിശദമായിട്ട് പറയും. ഇപ്പൊ ഈ ഒരു ഫോർമാറ്റ് കിട്ടില്ലേ? ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് വേറെ പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേറെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഓടിക്കൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഒറ്റ കള്ളിയിൽ ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ നല്ലതാണെന്ന് അർത്ഥം. ഓക്കെ, സെറ്റ് അല്ലേ? റെഡിയാണോ? ഹലോ, റെഡി അല്ലേ? അപ്പൊ ഇതിന്റെ ബേസിൽ നമ്മൾ ചെറിയൊരു പ്രോബ്ലം സെറ്റ് ആക്കണം.
ചെറിയ പ്രോബ്ലം. ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടി പോരുന്നത്. ഈ തരുന്ന പ്രോബ്ലംസ് ഒക്കെ ഞാൻ അസൈൻമെന്റ് ആക്കി തരാം. അതുകൊണ്ട് ഇവിടുന്ന് മടിച്ചിരുന്നു കഴിഞ്ഞാലും നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അസൈൻമെന്റ് എന്തിനാ ഉപകാരപ്പെടാന്ന് അറിയില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ സമയത്താണ് ഞങ്ങൾ അസൈൻമെന്റ് ഒക്കെ പിടിക്കാം. സാറേ സർട്ടിഫിക്കറ്റ് തരുമോന്ന് ചോദിക്കൂലേ? മുമ്പ് സബ്മിറ്റ് ചെയ്തത് വീണ്ടും ചെയ്യണം. ഗ്രൂപ്പിനകത്ത് നിങ്ങളില്ലേ? ഉണ്ട്, ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് എനിക്ക് ഉണ്ടായിരുന്നു, അതിന്റെ പിന്നെ ഒന്നും കേൾക്കാൻ വോയിസ് പറ്റില്ല. വിശദമായിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലടാ, ബാക്കിയുള്ള ആൾക്കാർ കേട്ടില്ലേ? ഗ്രൂപ്പിനകത്ത് പറഞ്ഞില്ലേ? എവിടെ ആ പറഞ്ഞിട്ടുണ്ട് സാർ. വിശദമായി എല്ലാ ഡൗട്ടുകളും വിശദമായിട്ട് ഗ്രൂപ്പിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അവിടെ ശ്രദ്ധിച്ചാൽ മതി. പരമാവധി അവിടെ നിന്ന് കിട്ടും. അവിടെ നിന്ന് ഒരു നിലക്കും കിട്ടിയില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, വഴി ഉണ്ടാക്കാം. ഓക്കെ. അസൈൻമെന്റ് പഴയ ആളുകൾ ഒന്നുകൂടി പറയാം. പഴയ ആളുകൾ വീണ്ടും സബ്മിറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഞങ്ങൾ പഴയ ആപ്പിൽ നിന്ന് എടുത്തോളും. പക്ഷെ ചെയ്താൽ ഞങ്ങൾക്ക് ഒന്നും കൂടി സൗകര്യമായിരുന്നു. പഴയ ആപ്പിൽ നോക്കി, അപ്പൊ അതിൽ ഡിസോർഡർ ആയിട്ട് കിടക്കണം സബ്മിറ്റ്, ഞാൻ ഇതിന് എടുക്കാൻ വേണ്ടിട്ട് നോട്ടിൽ എഴുതിയിട്ടല്ല അതിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. നോട്ടില് എഴുതിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ നോട്ടിലെ ഫോട്ടോ എടുത്ത് ഒന്നുകൂടി കണ്ടാൽ മതി. സിമ്പിൾ. നോക്കട്ടെ. ഓക്കെ. Sir, ചെയ്ത് PDF ആക്കിയിട്ടല്ലേ ചെയ്യേണ്ടത്? ചെയ്താൽ ഞങ്ങൾക്ക് ഒന്നും കൂടി നോക്കാം, ഈസി ആവും. അതുകൊണ്ടാണ്. ഓക്കെ. Sir, PDF ആക്കിയിട്ടല്ലേ ചെയ്യേണ്ടത്? ആ PDF ആയിട്ടാണ് ചെയ്യണത്. PDF കൺവേർട്ടർ ഒക്കെ എടുത്ത് ചെയ്തോളേ. ഓക്കെ. ഇനി നമുക്ക് 31st ഡിസംബർ 2025 അക്കൗണ്ട്സ് പ്രകാരമുള്ള കുറച്ച് കണക്കുകൾ ഇട്ടുതരാം. അപ്പൊ ഇതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ ആയില്ല? അപ്പൊ ആദ്യം നമ്മൾ 1st ജാനുവരി 1st ജാനുവരി വരുന്നത് 36,500 വരുന്നത്. ജാനുവരി സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ റെഡി ആയിക്കോളെ. ദെൻ സാലറീസ് എത്രയാ വരുന്നത്? 7,600 ആണ് സാലറീസ് വരുന്നത്. ദെൻ പർച്ചേസ് 65,000. ഇതേപോലെ പ്രോബ്ലം ഒന്ന് ചെയ്ത് പോയിക്കോട്ടെ, ടൈം പോകില്ല. സെയിൽസ് 1,21,000. കാരേജ് ഇൻവേർഡ് 1,675. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ 36,500? അതെ. 1st ജനുവരി എന്ന് പറയുമ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് പിന്നെ ഓപ്പൺ ചെയ്യാനുള്ള എമൗണ്ട് 1,675, 1,315 കാരേജ് ഔട്ട്വേർഡ്. സെയിൽസ് റിട്ടേൺ 2,400. പർച്ചേസ് റിട്ടേൺ 1,365. ഡിസ്കൗണ്ട് റിസീവ്ഡ് 635. ഡിസ്കൗണ്ട് അലൗഡ് 430. വേജ് 16,100. rent and rights 1,430. അഡ്വർടൈസ്മെന്റ് 2,400. ഡിസംബറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് 30,000. ഇതിന്റെ ബേസിൽ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. റെന്റ് വാടക നോട്ടിയാൽ മതി. കൺഫ്യൂഷൻ ആണെങ്കിൽ റെന്റ് ആൻഡ് ടാക്സ് നോട്ടിക്കോളൂ. വേറെ ഹെഡ് തരാം. റെന്റ് ആൻഡ് ടാക്സ് മൊത്തം
റെന്റ് ടാക്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ സാറേ? ആ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിന്റെ ബേസിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് പറഞ്ഞുതരാം. ഗ്രോസ് പ്രോഫിറ്റ് $30,690 കിട്ടണം. നെറ്റ് പ്രോഫിറ്റ് ഈ ഒരു എമൗണ്ട് കിട്ടണം.
ഓക്കെ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയോ? കിട്ടിയാലൊന്ന് ടൈപ്പ് ചെയ്യോ?